ഹായ്, കുത്തിത്തിരിപ്പ് പിന്നെ അങ്ങനെ പുറത്തായിട്ടുണ്ട് ഗൈസ്. വളരെ സന്തോഷം തോന്നുന്നു. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന്. കാണാനൊക്കെ ചന്തമുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ലേഡി ആയിട്ട് പോലും തീരെ ലോ ലെവലിലാണ് അവരുടെ ചിന്താഗതി എന്നുള്ളതാണ് സത്യം. കഷ്ടം തോന്നുന്നു. ഏതായാലും പുറത്തായതോടുകൂടി സമാധാനമായി, ആശ്വാസമായി. രമണ ആശ്വാസമായി, പുറത്താക്കിയല്ലോ സാധനത്തിനെ. എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു എവിക്ഷൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എന്ന് വെച്ചാൽ ബിന്നിയുടെ ഫാൻസ് അല്ല കേട്ടോ, അല്ലാത്തവരൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു എവിക്ഷൻ തന്നെയാണ്. സാബുമാൻ ആൻഡ് ബിന്നി അവിടെ വേസ്റ്റാണ്, അവർ പുറത്തു പോകുന്നതന്നെയാണ്. ബാക്കിയൊക്കെ നല്ല സ്ട്രോങ് കളിക്കാർ തന്നെയാണ്, ആരും മോശമല്ലെന്ന് തോന്നുന്നു. പിന്നെ സാബുമാനാണ് ഇനി അടുത്ത വേസ്റ്റ്. അടുത്ത ഇതിനകത്ത് സാബുമാൻ പുറത്തു പോകാനാണ് ചാൻസ്. ഈ ബിന്നി പുറത്തു പോയതിനെ റിലേറ്റ് ചെയ്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ബിന്നി പുറത്തു പോകാനുള്ള ഒരേ ഒരു കാരണം അനുമോൾ ഫാൻസാണ്. കാരണം അനുമോളെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്താകുന്ന ഒരു സീനാരിയോ ഉണ്ട്. അത് ബിന്നി മനസ്സിലാക്കണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ നമ്മൾ ഒരു 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 ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു, നമ്മളെല്ലാം ഈക്വൽ ആണ്. അത് തന്നെയാണ് ആ ഒരു ഷോയുടെ ഒരു മെയിൻ ഘടകം. നമ്മളെല്ലാം ഈക്വൽ ആണ്. അതിനകത്ത് വലിയവൻ ചെറിയവൻ അല്ലെങ്കിൽ കൂടുതൽ സീനിയർ ജൂനിയർ ഏജ് വൈസ് പോലും അവിടെ മാറ്റർ അല്ല. എവരി വൺ ഈസ് ഈക്വൽ. എല്ലാവരും തുല്യമായിട്ട് ഒരിടത്തേക്ക് ബന്ധിക്കപ്പെടുകയാണ്. അതൊരു വല്ലാത്ത തരം ബന്ധനമാണ്, എന്നാൽ ഓപ്പണുമാണ്. കാരണം ഇത്രയധികം ക്യാമറ, ഫുൾ ഓപ്പൺ, 24 hours ലൈവ് സ്ട്രീം. അപ്പോൾ ഇതൊരു ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അത് ഏറ്റുകൊണ്ട് സിഗ്നേച്ചർ ഇട്ട് അതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ ബേസ് ചെയ്തിട്ട് അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ നോമിനേഷൻ തൊട്ട് കുത്തലും ഇടിയും ഒക്കെ നടക്കേണ്ടത്. ഔട്ട് സൈഡ് വെച്ചിട്ടുള്ളതല്ല. അതിൽ പാളിപ്പോയി, അതാണ് നടന്നത്. ആ പാളി എങ്ങനെ പാളി എന്നുള്ളതാണ്. ഈ 16 ലക്ഷത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ബിഗ് ബോസ് ഇട്ട് കൊടുത്തതാണ്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ വേറൊരു രീതിയിൽ പറയാം. നീ എത്ര മേക്കപ്പ് ഇടുന്നു, അവൾ എത്ര മേക്കപ്പ് ഇടുന്നു എന്ന ചോദ്യം ബിഗ് ബോസ് ചോദിക്കുകയാണ്. ബിഗ് ബോസ്, ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല, ഇതെൻ്റെ ഒറിജിനൽ സൗന്ദര്യമാണ്, അവൾ മേക്കപ്പിൻ്റെ ഉസ്താദാണ്, 16 ലക്ഷത്തിൻ്റെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ PR-ൻ്റെ കാര്യം ബിന്നി പറഞ്ഞത്. ബിന്നിയും PR കൊടുത്തിട്ടുണ്ട്. ബിന്നി PR കൊടുത്തില്ലെങ്കിൽ പോലും ബിന്നിയുടെ ഹസ്ബൻഡ് പുറത്തുണ്ട്, അയാൾ ഒരു PR-ആണ് ബിന്നിയുടെ. ഇപ്പം ഞാൻ എൻ്റെ PR-ആണ്. കാരണം ഞാൻ വീഡിയോ ഇട്ട് ആരും കാണുന്നില്ലെങ്കിൽ ഞാൻ ഷോർട്സ് ഇടും. ഷോർട്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ വീഡിയോ കാണാൻ ആൾക്കാർ വരാറുണ്ട്. ഷോർട്സ് എന്ന് പറയുന്നത് ഞാൻ ഇടുന്ന ചെറിയ ഫോമാണ്, ഒരു 2 minute 1 minute ഒക്കെ ഉള്ളതാണ്. അപ്പം അത് കാണാൻ ആൾക്കാരുണ്ടാകും. ബിക്കോസ് ആളുകൾ കൂടുതൽ പെട്ടെന്ന് കണ്ടിട്ട് തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു അറ്റൻഷൻ വന്നു കഴിഞ്ഞാൽ, അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണാൻ വരും. ഇതാണ് PR-കൾ സാധാരണ ചെയ്യുക. അവരിടുന്ന വീഡിയോസ്, അവർ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഷോർട്ടാക്കി എല്ലാ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ആർക്കാ സമയം കിട്ടുകയെന്ന് അറിയത്തില്ല. ഇപ്പം എനിക്കങ്ങനെ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യാനൊന്നും ആരുമില്ല. ഞാൻ തനിയെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ മൂഡ് പോലെ ഇരിക്കും, ഡിപ്പെൻസ്. ഇപ്പം അതിനകത്ത് പെട്ടുപോയവരെന്ത് ചെയ്യും? അവരാരെങ്കിലും ഇത് ഏൽപ്പിക്കും. അതിനെയാണ് PR എന്ന് പറയുന്നത്. അല്ലാണ്ട് വോട്ടിടാനൊന്നും പറ്റത്തില്ല. ഈ ഡമ്മി വോട്ട് അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. എനിക്കതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നിരുന്നാൽ പോലും പറയണതൊന്നും പ്രാക്ടിക്കൽ അല്ല. ബേസിക്കലി അതിനകത്ത് കാണുന്ന കാഴ്ചകൾ കണ്ട് വോട്ടിടുന്ന ജനങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് 2 ഫോൺ വെച്ചിപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ എല്ലാവർക്കും 2 എണ്ണം വെച്ചൊക്കെ ഉണ്ട്. ഇപ്പം നമ്പേഴ്സും അങ്ങനെയാണ്. എല്ലാവരും ഓരോന്ന് വെച്ച് കുത്തിയാൽ തന്നെ എത്ര വോട്ടായി ഒരു വീട്ടിൽ നിന്ന് തന്നെ. അത് തന്നെയാണ്, ആളുകളുടെ വോട്ട് തന്നെയാണ് അവിടെ പ്രശ്നം. അനുമോൾക്ക് നല്ല ഫാൻ ഫെയിം ഉണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ബെന്നി എന്ന് പറയുന്ന കുട്ടി പുറത്തേക്ക് പോയിട്ട്. ബിന്നി കാണാൻ നല്ല സുന്ദരിയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ക്യാരക്ടറാണ്, എല്ലാം ഓക്കെയാണ്. കുത്തിത്തിരിപ്പ് ഒഴിച്ചാൽ ആ കുത്തിത്തിരിപ്പാണ് അവളെ കൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിച്ചത്. അതായത് നീ എത്ര മേക്കപ്പ് ഇട്ടു, ഞാൻ എത്ര മേക്കപ്പ് ഇട്ടു, നീ എത്ര ചിലവാക്കി എന്ന് ചോദിക്കുന്നിടത്ത് ടെൽ യുവേഴ്സ്, അത് നിങ്ങൾക്കുള്ള കാര്യം പറയുക. മറ്റത് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞങ്ങ് ഒഴിവാകുക. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഇത്രയധികം ആൾക്കാർ നിൽക്കുമ്പോൾ അതിലുള്ളവരെ നമ്മളൊന്ന് കൺസേണും കൂടെ ചെയ്യണം. അത് പോകാൻ നേരം ബിന്നി പറയുന്നുണ്ട്, എനിക്കിവിടെ ആരോടും അറ്റാച്ച് ചെയ്യാനാകത്തില്ല, അങ്ങനെ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് കുത്തി പറയാൻ ഒക്കത്തില്ല. അവിടെ പോയി, അവിടെ തകർന്നു. ഏറ്റവും ഫേവറായി ബിഗ് ബോസ് നിങ്ങളെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഫാമിലിക്ക് അവിടെ ഒന്ന് നിങ്ങൾക്കൊപ്പം താമസിക്കാൻ പറ്റിയത്. ആ ബ്ലെസ്സിങ് നിങ്ങൾ ഉപയോഗിക്കണമായിരുന്നു. ആൻഡ് ദ ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ, അതും നിങ്ങൾ ഉപയോഗിക്കണമായിരുന്നു. ഇതൊക്കെ കൊണ്ടുപോയി കളഞ്ഞത് അനുമോളെ കുത്തിക്കൊണ്ട് ജയിക്കാൻ നോക്കിയെടുത്താണ്. അനുമോൾക്ക് പുറത്തുള്ള ഫാൻ ഫെയിം എന്താണെന്ന് ഫാമിലി വന്നപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. ആ ഒരു ഇത് മനസ്സിലാക്കിയത് ആദിലയും നൂറയാണ്. അതുകൊണ്ടാണ് ആദിലയും നൂറയും അനുമോളെ പയ്യെ അങ്ങ് സർക്കിളിൽ പിടിച്ചിട്ടത്. ആ പൊട്ടത്തി അവളുമാരുടെ ആ ട്രാപ്പിൽ പോയി വീണ് അവർക്കിടയിൽ കിടന്ന് കറങ്ങുകയാണ്. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെയാണ് അനുമോള് അവർക്കിടയിൽ കിടന്ന് ചുറ്റുന്നത്. അവർക്ക് അക്സെപ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആദില നൂറയ്ക്ക് പുറത്ത് എന്ത് അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തല്ല. എൻ്റെ ഒരു അറിവിൽ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ വീട്ടിൽ കയറ്റും, ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ വീട്ടിൽ കയറ്റും എന്ന് പറയുന്ന എല്ലാ വാഴത്തോരഞ്ഞുകൾക്കും അവനവൻ്റെ വീട്ടിൽ വന്നാൽ പ്രശ്നമുള്ള ഒരു വിഷയം തന്നെയാണ് ആദില നൂറ പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്.
ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ, വേറെ ഒരിടത്തുമില്ല. കാരണം വേറെ ആർക്കും ഈ ഭ്രാന്തില്ല. മലയാളി പ്രഷർക്കാണ് ഈ വട്ട്. കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുമുള്ളത്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം മനുഷ്യത്വപരമായി ചിന്തിക്കാൻ, ധാർമ്മികതയോട് ചിന്തിക്കാൻ കേരളീയർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അത് ജനറലൈസ് ചെയ്യുക എന്നുള്ളതല്ല. അതിനെ നോർമലൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് കുറേ പേരുടെ പ്രാക്ക് വന്നിട്ട് എൻ്റെ മോൻ ഗേ ആവണം, എൻ്റെ മോൻ ഇതാവണം, അങ്ങനെ ആയെന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊന്നുമില്ല. അതൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ അത് മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാനോ മറ്റൊരു ഫാമിലിയുടെ കണ്ണീരിനോ ഞാൻ ഇടപെടുത്തില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ട്രാൻസുകൾക്കെതിരല്ല ഞാൻ. പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോയാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാതിരിക്കുക. നമുക്ക് നമ്മുടേതായ പാത്തുണ്ട്, ഫ്രീഡം ഉണ്ട്. നിങ്ങൾ അങ്ങനെ ജീവിച്ചു പോകൂ. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല അവർ ജീവിക്കുന്നത്. ആ കുടുംബങ്ങൾ കരയുകയല്ലേ. ആ കുടുംബങ്ങൾക്ക് വൈഷമ്യം വരുത്തിക്കൊണ്ട് എന്തിനത് ചെയ്യണം? എത്രയോ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇവർക്കിടയിൽ ജീവിക്കുന്ന അനുമോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ടോപ്പ് 5 പോലും അനുമോൾ എത്തിയിട്ടില്ല. കാരണം അനുമോൾ ചെയ്യുന്നത് മുഴുക്ക തെറ്റാണ്. അനുമോളോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല മോഹൻലാൽ അനുമോളെ ഇട്ട് വഴക്ക് പറയണത്. അനുമോളെ ഒന്ന് ഉണർത്തി വിടുകയാണ്. അനുമോൾ പോകുന്ന പാത ശരിയല്ലെന്നും അത് പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ളത്. നമ്മളൊരു ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കും. എന്താണ് ആ സിഗ്നേച്ചർ? അതിനകത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് ഇത്ര ദിവസം ഉണ്ടാകും, പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല, എന്നാൽ പുറത്തുള്ളവർ നിങ്ങളെ 24 hours വാച്ച് ചെയ്യും. സോ വിജിലൻ്റായി ഒരു ഗ്യാസ് പോലും വിടാൻ പറ്റാത്ത കണക്കിൽ നമ്മൾ പ്രശ്നത്തിലാകാനാണ് സാധ്യത എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് എൻട്രി ആകുന്നത്. ഫുഡ് കുറച്ച് കൊടുക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഫുഡ് കുറച്ച് കൊടുക്കുന്നത് മനസ്സിലായല്ലോ. ഓവർ ഈറ്റിങ് വന്നാൽ ഛർദിൽ വരാം, ലൂസ് മോഷൻ വരാം, അങ്ങനെ കുറേ ട്രബിൾസ് വരാം. അപ്പം നിങ്ങൾക്ക് ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. സോ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവർ ഫുഡിൽ പോലും കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്ത് അതിനകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുമ്പ് ആദ്യത്തെ ഒരു 1 വീക്കോ 2 വീക്കിലോ പിന്നെ നമ്മുടെ അനുമോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട കണ്ടന്റ് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞ അനുമോളിൽ നിന്ന് ഇപ്പോൾ അവരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന അനുമോളിലേക്ക് എത്തി നിൽക്കുന്നെങ്കിൽ അത് മോശമല്ലേ? അനുമോൾ പറ്റിക്കുകയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അനുമോൾ ആ മൈക്ക് ഊരിയിടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പറ്റിക്കലല്ലേ? അതെന്തിനാ ഇപ്പോൾ അത് മൈക്ക് ഊരിയിടുന്നത്? ഇവർ 3 പേരും കൂടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അനുമോൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? അനുമോൾ പുറത്ത് വരുമ്പോൾ അനുമോൾക്ക് മനസ്സിലാകും എന്താ അനുമോൾ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ പലരും കമൻസിൽ എഴുതുന്നുണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനുമോളും ആദിലയും തമ്മിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു പറച്ചിൽ. ഇത് തന്നെയാണ് ഇത് നോർമലൈസ് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥവും. ഈ പെൺകുട്ടികൾ ഇത് പബ്ലിക്കായിട്ട് ഞാൻ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ മറ്റ് പെൺകുട്ടികളുമായി അവർക്ക് ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെടും. നോർമലൈസ് ചെയ്യലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിടി കിട്ടുന്നില്ലേ? അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കും, പിന്നീട് മധുരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചുരുക്കഭാവം പറഞ്ഞേ ഉള്ളൂ. അനുമോൾ മനസ്സിലാക്കി മാറി നിന്നാൽ അനുമോൾക്ക് നല്ലത്. ടോപ്പ് 5 വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാറി നിൽക്കുക. ബിന്നി പോയത് നന്നായി. സാബുമാൻ കൂടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്, നന്നായി കളിക്കുക. ഇനിയിപ്പം മിറക്കിൾ സംഭവിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ നെവിൻ ആയിരിക്കാം ബിഗ് ബോസ് വിന്നർ. അത്രയ്ക്കുണ്ട് നെവിൻ്റെ പെർഫോമൻസ്, നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ. ഇവർ തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, നെവിനും ബിന്നിയും തമ്മിൽ. കാരണം ഹസ്ബൻഡ് വന്ന സമയത്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ അവരെ കൂടെയൊക്കെ ഇരുന്നില്ല. അപ്പം നല്ലൊരു അറ്റാച്ച്മെൻറ്റ് അവർ തമ്മിൽ ഉണ്ടായിരിക്കാം. എന്നാലും അയാളാണ് ഏറ്റവും അധികം മാനസിക പ്രയാസത്തിലായിട്ടുള്ളത് ബിന്നി പുറത്തു പോയതിൽ. ബിന്നി പുറത്തു പോകാനുള്ള കാരണം മുഴുക്ക അനുമോൾ ഫാൻസ് തന്നെയാണ്. എനിക്ക് കഴിഞ്ഞ ഈ ഒരു എപ്പിസോഡ് ബിന്നിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തതുപോലെ തോന്നി. അവർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ അത് എൻഡ് അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നേറും. അനീഷ് എന്ന വ്യക്തിക്കുള്ളിലുള്ള ആ ഒരു വൃത്തികേട് കുറച്ചുകൂടെ റിവീലാക്കി, നല്ല കാര്യമാണ്. ഞാൻ അനീഷിനെതിരായിട്ട് തന്നെ സംസാരിക്കുന്നതിൻ്റെ റീസൺ, എൻ്റെ അമ്മ പോലും അനീഷിൻ്റെ ഫാനാണ്. പക്ഷെ എനിക്കിത് പറയാതെ പോകാൻ പറ്റത്തില്ല. അനീഷ് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പരാജയമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളിപ്പം ഫാമിലി ടാസ്ക് ഒക്കെ വരുന്നുണ്ട്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഈ മക്കളുടെ കാര്യം അനീഷ് എപ്പോഴെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? എൻ്റെ അമ്മ എന്ന് കരഞ്ഞു വീഴുന്ന അവനിക്ക് അച്ഛൻ എന്നൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമാണെന്ന് അറിയത്തില്ല. ബാധ്യതയാണ് അയാൾക്ക്, അതൊരു ഉത്തരവാദിത്വമാണ് അല്ലേ? അമ്മ മാത്രമല്ലല്ലോ, പലയിടങ്ങളിലും കാണുന്ന ഒരു സംഭവമാണ്. പ്രസവം കഴിഞ്ഞാൽ 2 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകുന്ന ഒരു രീതി. അതിൽ കൂടെ ആ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്കറിയൂ? അച്ഛനില്ലാതെ വളരുന്ന മക്കളുടെ വേദന അറിയുമോ? അയാൾ ആ കുട്ടികളെ പറ്റി എന്തെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ട്? എനിക്ക്
എൻ്റെ കാര്യം എന്നല്ലാതെ അനീഷ് വേറെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇപ്പം ഞാനൊരു ഓഡിയൻസ് ഫേവർ ആയിട്ടുള്ള ഒരു റിവ്യൂവർ അല്ല. എന്നെക്കൊണ്ട് സാധിക്കാറില്ല ഓഡിയൻസിന് വേണ്ടി റിവ്യൂ ചെയ്യാൻ. എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എൻ്റെ ലൈഫിനെ ബാധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് ഒരു പരാജിതം മാത്രമാണ്. പക്ഷേ ഷാനവാസൊക്കെ ഫാമിലിക്ക് എത്ര വാല്യൂ കൊടുക്കുന്നു, കുട്ടികളോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? സോ ഷാനവാസിനെ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്ത് വരരുത്. എനിക്ക് അതിനകത്ത് ആരോടും ഫേവറില്ല. അനുമോളെ ഇഷ്ടമാണ്, അതിനപ്പുറം വേറെ ആരോടും എനിക്ക് അതിനകത്തൊരു താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ക്രൂരതകളും കുടിലതകളും ഉണ്ട്. അത് കുറച്ചൊക്കെ റിവീലായി കഴിഞ്ഞ എപ്പിസോഡിൽ. ഈ എപ്പിസോഡ് ഇനിയിപ്പോൾ എന്താ ഒന്നുമില്ല, അതിനകത്തൊന്നുമില്ല. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ റിവീലാകും. അനീഷിനായിരിക്കും കൂടുതൽ ഇത് കിട്ടുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് കളിച്ച് ജയിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ജിൻഡോ ജയിച്ചത്, അഖിൽ മാരാർ ജയിച്ചത്, ഇതൊക്കെ പരാജിതരുടെ ഒരു ജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനാണ് അഖിൽ മാരാർ, ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനാണ്. സാബുവിനോട് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അയാൾ വന്ന് റോസ്റ്റിങ്ങോ ഒന്നും നടത്താതെ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയാൾ ഒരുപാട് മാറി എന്ന് പറഞ്ഞില്ലേ. ഈ വിജയം കൊണ്ട് അയാൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. അതൊരു വലിയ പോയിന്റാണ്, അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ശരിയാണ്, നന്നായി, മാറ്റങ്ങളുള്ളത് നല്ലതാണല്ലോ, മാറ്റം അനിവാര്യമാണ്. അയാൾ ഒരു സ്ത്രീവിരുദ്ധം തന്നെയായിരുന്നു, അതിപ്പോൾ മാറി എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. അവരുടെയൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് പോയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. സാബു മാറിയിട്ടുണ്ട്. അതേപോലെ ഒരു മാറ്റം അഖിൽ മാരാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പുറത്തിറങ്ങി ആദ്യം രാജ്യദ്രോഹമാണ് പറഞ്ഞത്. ഇപ്പോഴും അയാൾ ശോഭയെ പറയുന്നുണ്ട്. ശോഭ നല്ല വ്യക്തിയാണോ അല്ലേ എന്നുള്ളതല്ല, സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക സുഖം കാണുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അപ്പോൾ അയാൾ ജയിച്ചത് സത്യത്തിൽ പറഞ്ഞാൽ സ്ത്രീത്വത്തിനെ കളിയാക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ ഇത്രയും നീട്ടിക്കൊണ്ടൊന്നും പോകേണ്ട കാര്യമില്ല. ബേസിക്കലി നല്ലൊരു എപ്പിസോഡായിരുന്നു. ലാസ്റ്റ് മിന്നി പുറത്തു പോയത് ഒരുപാട് പേര് ആഗ്രഹിച്ചതായിരുന്നു, ഞാൻ ഉൾപ്പെടെ. എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അനുമോളെ ഇൻസൾട്ട് ചെയ്തതാണ്. കാരണം എല്ലാവർക്കും PR ഉണ്ട്, അവർക്കുമുണ്ട്. അപ്പോൾ ആ PRനെ ബേസ് ചെയ്തിട്ട് അനുമോളെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച ശ്രമം മോശമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലക്ഷ്മി പുറത്തു പോകുന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. ലക്ഷ്മി പുറത്തു പോകേണ്ട ആവശ്യമില്ല, സാബുമോനായിരിക്കണം അടുത്ത് പുറത്തു പോകേണ്ടത്. ലക്ഷ്മി അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാണാം, കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.